ഗായ്സ്, ഞാനിപ്പോൾ കാർഗിൽ നിന്ന് ലേയിലേക്ക് ഇച്ഛയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള വ്യൂ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. കണ്ടോ, മൗണ്ടെയ്ൻസ് ഒക്കെ ഉണ്ടോ, എന്ത് രസമാണ് കാണാൻ. ഫുള്ള് ഒരു ചുരം റോഡ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് പേര് ഇങ്ങനെ ക്യാമ്പ് ചെയ്തായിട്ട് കാണാം. പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്. ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് എന്തായാലും നിർത്തുമെന്ന് നോക്കാം. യെസ്, ആൾട്ടോ മറ്റുമാണ് വരുന്നത്. ഇവിടെ ഒരുപാട് ആൾട്ടോ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലോറിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് പോകുന്നത്. കൂടെയാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കുറച്ച് മരങ്ങളൊക്കെ കാണാൻ പറ്റത്തില്ലേ, പക്ഷെ ലേസായിട്ട് പോയാൽ ഈ മരങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പല സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കറുത്ത് ഫ്ലാഗ് കാണാൻ പറ്റും. ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓ, ബ്ലാക്ക് നല്ല സൗകര്യമുള്ള ലോറിയാണ്. നല്ല രീതിയിൽ നമുക്ക് രണ്ടുപേർക്കെല്ലാം നല്ല സുഖമായിട്ട് കിടന്നു തുടങ്ങാനുള്ള പറ്റും. പോകുന്ന വഴിക്ക് ചിലപ്പോൾ മുകളിൽ നിന്ന് കല്ല് വീഴാനൊക്കെ സാധ്യതയുണ്ട്. കണ്ടോ, ഷൂട്ടിംഗ് സ്റ്റോൺസ്. നല്ല വഴിയാണ് കേട്ടോ. എന്ത് രസമല്ലേ മൗണ്ടെയ്ൻസ് ഒക്കെ കാണാൻ. താഴെ നമുക്കൊരു ചെറിയൊരു വില്ലേജ് കാണാൻ പറ്റും. അതുമാത്രമല്ല ഒരു ചെറിയ റിവറും താഴെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. റോഡ് മൊത്തം നല്ല റോഡാണ്, പക്ഷെ ചെറിയ റോഡാണ്, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഈ ഒരു വണ്ടിയും ലേയിലേക്കാണ് പോകുന്നത്. പക്ഷെ നാളെ രാവിലെ അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. കാരണം വളരെ മെല്ലെ പോകുന്നത്, നിങ്ങൾ കാണുന്നില്ലേ. ട്രക്ക് ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആണ്. ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ കാണാൻ വരുന്നുണ്ടല്ലോ ഇവിടെ. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചുണ്ടൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ലിപ് ബാം എന്തായാലും യൂസ് ചെയ്യണം, എൻ്റെ കയ്യിലുണ്ട്. വീഡിയോ കാണാൻ പറ്റും. ഇതിലും ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പാണല്ലോ. ഇതിൽ സംസാരിക്കുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് ലോക്കൽ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അതാണ്. മലയുടെ മുകളിലായിട്ടൊരു മൊണാസ്ട്രി കാണാൻ പറ്റും. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ഫുള്ള് അധികവും മരം കൊണ്ടും പിന്നെ കല്ലുകൊണ്ടും ഉണ്ടാക്കിയ വീടുകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഈ ഒരു ടൈപ്പിലുണ്ടോ. മുൽബേഗ് എന്ന് പറഞ്ഞ ഗ്രാമമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ വാക്ക കാർഗിൽ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത് വണ്ടി എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. കണ്ടോ ഗൈസ്, ഇതാണ് ആപ്രിക്കോട്ട് കേട്ടോ. പയ്യെ വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇങ്ങനെ ഈ ഒരു ഭാഗം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തായാലും ഒന്ന് കമൻ്റായിട്ട് പറയണേ. അങ്ങനെ ഈ വണ്ടി തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിവിടം വരെ ഉള്ളൂ, കാരണം അത് ലഡാക്കിലേക്ക് നാളെ രാവിലെ എത്തുള്ളൂ. അതുമല്ല ഇവിടെ നിർത്തി മെല്ലെ മെല്ലെ പോവുള്ളൂ ഇവർ. യു ആർ മാരീഡ്, ഡിവോഴ്സ് യുവർ സ്പീഡ്. കൊള്ളാല്ലേ. ഈ റൂട്ടിൽ വണ്ടി വരുന്നതൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു വിഷയമുണ്ട്. നടക്കുകയാണെങ്കിൽ ഒരുപാട് ദൂരം നടക്കേണ്ടിയും വരും. പിന്നെ അടുത്തൊരു സിറ്റി ഒരുപാട് ദൂരം ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ലേയിലേക്ക് 171 കിലോമീറ്ററാണ് ഉള്ളത്. ജമ്മു 552 കിലോമീറ്റർ. ജമ്മു നമ്മൾ ഇവിടം വരെ ഇച്ഛയ്ക്ക് ചെയ്താൽ വന്നത്. എന്ത് രസമാണല്ലേ, നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. മരങ്ങളൊന്നുമില്ല, ഫ്ലാറ്റായിട്ടുള്ള ഇങ്ങനെ മൗണ്ടെയ്ൻസ്. വാവ്, ആ മൗണ്ടെയ്ൻസ് കാണാനാ വേറെ രസം. എന്ത് രസമാണെന്നറിയോ ആ ദൂരെയുള്ള ആ മൗണ്ടെയ്ൻസ് കാണാൻ. ഞാനിപ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്ന് വരുമായിരുന്നു. നമുക്കിവിടെ പ്രയർ വീലിൽ കാണാൻ പറ്റും. റോഡിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുണ്ട്. നമുക്കിങ്ങനെ കറക്കാൻ പറ്റും. കറങ്ങിയാൽ അതിങ്ങനെ മണിയടിക്കും. ഉണ്ടോ? ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് കൃഷിയിടാണ് കാണുന്നത്. മൗണ്ടെയ്ൻ നല്ല രസമാണല്ലേ കേട്ടോ. ഇതുപോലുള്ള പ്രയർ വീൽ ഒരുപാടുണ്ട്. കാണാൻ നല്ല രസമില്ല ഇത് കാണാൻ. ബ്യൂട്ടിഫുള്ളാണ്. നമ്മളെന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വളരെ കുറവാണ്, അതാണ് ഒന്നാമത്തെ ഒരു ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഒരു ഹോട്ടലിലാണുള്ളത്. ഞാനിവിടുന്ന് ആലു പൊറാട്ടയും അതുപോലെ തന്നെ രാജ്മയുടെ കറിയും പിന്നെ ദഹിയും ഉണ്ട്, തൈര്, പിന്നെ ടൊമാറ്റോയുടെ ഇതും. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണൊക്കെ ഇവിടെ ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട്. എൻ്റെ ബാഗ് അവിടെ കാണാം. നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് ലിഫ്റ്റ് കിട്ടും നോക്കാം. അപ്പം കഴിക്കട്ടെ. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യിട്ടേ ഉള്ളൂ. ലഡാക്കിൽ പെട്ടെന്നാണ് മഴ പെയ്യുക കേട്ടോ. ഇപ്പോൾ മഴ പെയ്തിട്ടേ ഉള്ളൂ. ഇവിടുന്ന് ഇനി വണ്ടി കിട്ടും നോക്കട്ടെ. വളരെ കുറഞ്ഞ വണ്ടിയെ ഇതിലോട്ട് പോകുന്നുള്ളൂ, അതാണ് മെയിൻ പ്രശ്നം. നോക്കാം. എനിക്ക് അവിടുന്ന് ഇവിടുത്തെ വരെ വണ്ടി കിട്ടി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ആ കാണുന്നത് ടോയ്ലറ്റാണ്, ഡ്രൈ ടോയ്ലറ്റ്. നേരെ മുന്നിൽ കാണുന്നത് ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ് ആർമിയുടെ.
ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഞാൻ ഈ വണ്ടിയിലാണ് ഇതുവരെ വന്നത്. എന്തായാലും ലേ വരെ ഇവരുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് ലേയിലെത്താൻ പറ്റും. നൈസ് വ്യൂ അല്ലേ. നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12,000 അടി ഉയരത്തിലാണുള്ളത് നമ്മൾ. ഈ വണ്ടിയിലാണ് ഞാൻ വന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, നമുക്ക് സിറ്റി നല്ല രീതിയിൽ കാണാൻ പറ്റും. അവിടെയായിട്ടൊരു മൊണാസ്ട്രി ആണെന്ന് തോന്നുന്നു. എന്ത് രസമല്ലേ എൻ്റെ മോനെ. നമുക്കിങ്ങനെ താഴോട്ടേക്ക് പോണേന്. ഈ 2 ബൈക്ക് ഉണ്ടോ, ഈ 2 ബൈക്കിന് നമ്മൾ ഫോളോ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ട്രാവൽ ഏജൻസി റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ ടൂർ പാക്കേജ് എടുത്ത് വന്നതാണ്. അപ്പോൾ അവരൊരു ബാക്കപ്പായിട്ട് നമ്മളിങ്ങനെ ബാക്കോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞാനും അതിനോട് കാര്യതാണ്. ഇനി ഇവിടെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കാണാം. ഫുള്ള് ഇതാണ് കേട്ടോ, സ്റ്റിക്കേഴ്സാണ് മറ്റേ റൈഡേഴ്സിൻ്റെ. നൈസാണ്. ഏതെങ്കിലും മലയാളീൻ്റെ ഉണ്ടോ? ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിപ്പം നോക്കിയാൽ നല്ല ഇതിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യുക, നല്ല മഴയാണ്, നല്ല തണുപ്പാണ്, കാറ്റിങ്ങനെ വീശുന്നുണ്ട്. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് മൊണാസ്ട്രി ആണ്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും ഞാൻ ലേയിലേക്ക് തന്നെ പോവാണ്, ഡയറക്റ്റ് ലേയിലേക്ക്. രാത്രിയിലേക്ക് എത്താൻ അതൊന്ന് സാധ്യത കൂടുതൽ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മഴയാണ്, നല്ല തണുപ്പാണ്, നല്ല മഴയാണ്. ഞാനങ്ങനെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണുള്ളത്. നമ്മളങ്ങനെ ഒരു മൊണാസ്ട്രി കണ്ടിട്ട് വന്നതാണ്. നമ്മുടെ ബൈക്ക് എടുത്തിട്ടുള്ള പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് മൊണാസ്ട്രി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്കൂളിൽ പോകുന്നുണ്ട് കുട്ടികളെ കാണാൻ. അപ്പോൾ അടിപൊളി ഡേ ആണ്. എനിക്ക് എന്തായാലും നല്ലൊരു കമ്പനിയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് അതാണ് മൊണാസ്ട്രിയുടെ കവാടം. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. നൈസ് പ്ലേസ് അല്ലേ. ഇനി ഇവിടുന്ന് ലേയിലേക്ക് 54 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടെയും വേറൊരു രസമാണ്. മൗണ്ടൻസൊക്കെ നോക്കിയാൽ പൊളിയല്ലേ. നമ്മളങ്ങനെ മൊണാസ്ട്രിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ മുകളിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുറകിലുണ്ട്. ഇതാണ് മൊണാസ്ട്രിയുടെ എൻട്രൻസ്. 2 ഭാഗത്തും നമുക്ക് പ്രയർ വീൽ കാണാൻ പറ്റും. ലിഗർ മൊണാസ്ട്രി ഉണ്ടോ. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. ഇവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേയും അതുപോലെ ഗസ്റ്റ് ഹൗസ് ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ നിന്ന് നമുക്ക് വലിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റും. നമുക്ക് എന്ത് രസമാണെന്നറിയാം. വാവ്, നല്ല വലുപ്പമുണ്ട്. യെസ്, ചുറ്റും നോക്കുകയാണെങ്കിൽ മലനിരകളാണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു ടെമ്പിൾ കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് എന്തോ വീട് പണിയോ മറ്റോ നടക്കുകയാണ്. ഇതിൻ്റെ താഴോട്ട് നോക്കിയാൽ നമുക്ക് ചെറിയ ഇതുപോലുള്ള വീട് കാണാൻ പറ്റും. ഇതിങ്ങനെ കറക്കി 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 പോവാം. വേണ്ട, യെസ്, കംപ്ലീറ്റ് ചെയ്തു. മൊണാസ്ട്രീൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സ്കൂൾ കാണാൻ പറ്റും. നേരെ മുന്നേ തന്നെ ആപ്രിക്കോട്ടിൻ്റെ മരമാണ് ഈ കാണുന്നത്. ഇതെന്തിൻ്റെയാണ്? ഇത് ആപ്രിക്കോട്ടാന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ മൊണാസ്ട്രിയിൽ കുട്ടികൾ കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഫുട്ബോൾ കളിക്കാണ്. അതൊരു ഭയങ്കര കളിയാണ്. ഫുട്ബോൾ, 2 ഫുട്ബോളും പിന്നെ ഒരു ക്രിക്കറ്റും. ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു രസമുണ്ട്. കുട്ടികളുടെയൊക്കെ ഭയങ്കര സ്നേഹമാണ്. അത് മാത്രമല്ല ഇവിടെ വരുന്നവർക്കൊക്കെ ഇതുപോലെ ബ്ലാക്ക് ടീ കൊടുക്കും കേട്ടോ. എല്ലാ വിസിറ്റേഴ്സിനും ഇങ്ങനെ ബ്ലാക്ക് ടീ കൊടുക്കും. അപ്പോൾ വേറൊരു രസമുണ്ട്. മൊണാസ്ട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്കൂൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഭയങ്കര രസം. സോ ഹാപ്പി. ഞാനൊരു ചായ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് പോവാണ്. നമ്മൾ വണ്ടി അങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ്. കാരണം വേറെ ലെവൽ വ്യൂ ആണ് കേട്ടോ. വ്യൂ പോയിന്റ്.
കാണില്ല. രണ്ട് റിവർ ഇങ്ങനെ യോജിക്കുന്നൊരു സ്ഥലമാണ്. ഐ ലവ് BRO. റോഡൊക്കെ എത്ര നല്ലതെന്ന് അറിയാം. വേറെ ലെവല് റോഡാണ്, നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ മാഗ്നറ്റിക് ഹില്ലിലാണുള്ളത്. നമുക്ക് ഒരുപാട് AVT നിർത്തിയിട്ടതായിട്ട് കാണാം. ഇതിലൂടെ റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ, വേറെ രസമായിരിക്കും അത്. എന്നാൽ നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു സ്ഥലമാണ് മാഗ്നറ്റിക് ഹിൽ. അധികം പേരും ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഭയ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാണ്. നമ്മളിവിടുന്ന് പോവാണ്. ഇവിടെ ഒടുക്കത്തെ കാറ്റ്. അങ്ങനെ നമ്മളിപ്പോൾ ഗുരുദ്വാരയിലാണുള്ളത്. ഗുരുദ്വാര ശ്രീ പത്തർ സാഹിബ്. അങ്ങോട്ടേക്ക് നമ്മൾക്ക് ഫോട്ടോഗ്രാഫി റോഡല്ല, അത് ആർമിയുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ അങ്ങേ സൈഡിലായിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഇങ്ങനെ റുമാൽ കെട്ടിയിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. പയ്യനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ള് സൂര്യകാന്തി പൂക്കളാണ്. അടിപൊളിയല്ലേ? നോ സ്മോക്കിംഗ്, ഫോളോ ദ ഡ്രസ് കോഡ്. എനിവേ നമ്മളെന്തായാലും ഉള്ളിലേക്ക് കയറാണ്. ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കാല് കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. നല്ല തണുത്ത വെള്ളമാണ്. ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി നല്ലോടല്ല, പക്ഷേ ഇവിടെ വേറൊരു രസമാണ് കേട്ടോ, വേറൊരു വൈബാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒന്ന് വിസിറ്റ് ചെയ്യണം. നമ്മളെന്തായാലും തിരിച്ചു പോവാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ആ മലയുടെ മുകളിൽ നോക്കിയാൽ കുറച്ച് മഞ്ഞ് കാണാൻ പറ്റും കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 26 കിലോമീറ്ററാണ് ലേയിലേക്കുള്ളത്. കൊള്ളാം. ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ശാന്തി ഗസ്റ്റ് ഹൗസിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ടെൻ്റ് അടിച്ചത്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ലേയിലാണുള്ളത്. ഇന്നലെ രാത്രി ഇവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. എൻ്റെ ഫോണിലെ ബാറ്ററി ഒക്കെ തീർന്നിരുന്നു, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാത്തത്. ഞാനിപ്പോൾ ഉള്ളത് ശാന്തി സ്തൂപ കേട്ടോ. ആ നേരെ മുകളിൽ കാണുന്നത് ശാന്തി സ്തൂപയാണ്. ഇവിടുന്ന് ഞാനിപ്പോൾ ലേയിലെ മെയിൻ മാർക്കറ്റിലേക്ക് പോവാണ്. നമ്മളൊരു ബയ്യെ മീറ്റ് ചെയ്തില്ല, ബയ്യയുടെ അടുത്തേക്ക് പോവാണ്. മെയിൻ മാർക്കറ്റ് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അതുവരെ ഞാൻ നടന്നു പോവാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഹൗസും അതുപോലെ ഹോം സ്റ്റേയും കഫേസും ഒക്കെ കാണാൻ പറ്റും. സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട്. എത്ര തെളിഞ്ഞ വെള്ളമാണെന്ന് നോക്കി. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു അരുവി കാണാൻ പറ്റും. അതിൻ്റെ നേരെ ഇപ്പുറം നോക്കിയാൽ നമുക്കൊരു പ്രയർ വീല് കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള. നമ്മളിപ്പോൾ മെയിൻ മാർക്കറ്റിൻ്റെ അടുത്താണ് ഉള്ളത്. ഇവിടെ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരാളുണ്ട്. ഇവിടുന്ന് ബൈക്ക് റെൻറ്റിനെടുത്ത് കറങ്ങാണ്. ചങ്ങായിൻ്റെ കൂടെയാണ് ഞാനിന്ന് കറങ്ങാൻ പോകുന്നത്. ഇവിടെ അടുത്ത വീഡിയോ ആണ്. ഇന്നലെ പരിചയപ്പെട്ട ബ്രോ ആണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ലേ മെയിൻ മാർക്കറ്റ്. നമ്മളിപ്പോൾ ഒരു ബൈക്ക് റെൻറ്റിനെടുക്കുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നോക്കി നമുക്ക് പുതിയ മോഡൽ ഹിമാലയ 2 കാണാം. എല്ലാം ബുക്കിംഗ് ആട്ടോ, ഒരു വണ്ടി പോലും എടുക്കാനില്ല ഇവിടെ, എല്ലാം ബുക്കഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യ. ഈ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചില നിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുകയാണ്. നമ്മളിപ്പോൾ ലേയിലെ മെയിൻ മാർക്കറ്റിലാണ് ഉള്ളത്. ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് പെർമിറ്റ് എടുക്കുകയാണ് കേട്ടോ. ഒരു ഏജൻസിയിലാണ് ഉള്ളത്. നമുക്ക് ലഡാക്കിലെ പല ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പെർമിറ്റ് വേണം. ഞാൻ എന്തായാലും ഇനി ബയ്യയുടെ കൂടെ ബൈക്കിൽ ഇനി ഒരു 4-5 ദിവസം ബയ്യയുടെ കൂടെ തന്നെ ആയിരിക്കും. നമുക്ക് ലഡാക്കിലെ ഉള്ളേരിയെല്ലാം കവർ ചെയ്യാം. 5 ദിവസത്തെ പെർമിറ്റ് എടുക്കണം ഇവിടുന്ന്. അങ്ങനെ നമ്മൾ പെർമിറ്റൊക്കെ എടുത്തു. ബൈക്ക് എടുത്ത് പോവാണ്. റോഡ് കൂടെയാണ് പോകുന്നത്. ജായിദ് ഫ്രം ബംഗ്ലാദേശ്. എന്തായാലും റോഡ് കൂടെയാണ് പോകുന്നത്. നമുക്കെന്തായാലും വണ്ടി കാണിച്ചുതരാം. ആദ്യം കാണിച്ചുതരാം. വണ്ടി ഇവിടെയാണുള്ളത് കണ്ടോ. ഈ ഒരു വണ്ടിയാണ് എടുത്തത്. ഒരു 5 ദിവസത്തേക്ക് നമ്മുടെ അടുത്തുണ്ടാവും ഈ വണ്ടി. ഓക്കെ, ഹിമാലയൻ. അപ്പോൾ ഈ വണ്ടി എടുത്ത് നമ്മളിനി പൊളിക്കുകയാണ് 5 ദിവസത്തേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സിറ്റിയിൽ മൊത്തമായിരുന്നു കവർ ചെയ്യണം.